പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പങ്കുവയ്ക്കാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരിക്കുന്നുവെന്ന സുപ്രധാനമായ വിവരം അഭിലാഷ് മോഹൻ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി 1 പിണറായി വിജയൻ, 2 MV ഗോവിന്ദൻ, 3 EP ജയരാജൻ, 4 KK ശൈലജ, 5 TM തോമസ് ഐസക്, 6 TP രാമകൃഷ്ണൻ, 7 KN ബാലഗോപാൽ, 8 P രാജീവ്, 9 KK ജയചന്ദ്രൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, 10 VN വാസവൻ, 11 സജി ചെറിയാൻ മന്ത്രി, 12 M സുരാജ്, 13 മുഹമ്മദ് റിയാസ്, 14 PK ബിജു, 15 പുത്തലത്ത് ദിനേശൻ, 16 MV ജയരാജൻ, 17 CN മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പട്ടിക ആയിരിക്കുന്നു. സ്റ്റെഫിനും ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, M സുരാജ്, മുഹമ്മദ് റിയാസ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, MV ജയരാജൻ, CN മോഹനൻ എന്നിവരാണ് ഈ പട്ടികയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. CPMന് പുതിയ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കൊല്ലം സമ്മേളനം രൂപീകരിച്ചിരിക്കുകയാണ്. വീണ്ടും അമരത്തേക്ക് MV ഗോവിന്ദൻ, അദ്ദേഹം സംസാരിക്കുന്നു. ലോകത്തെല്ലാം കണ്ടതുപോലെ ഇന്ത്യപ്പന്മാരും ഒന്നായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ആമുഖത്തിൽ മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ചതുപോലെ അവരെല്ലാം നമുക്കെതിരായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. വർത്തമാന കേരളത്തിൽ ഇത്തരമൊരു അജണ്ട വികസിക്കുന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അവക്കെല്ലാം എതിരായി ശക്തമായ ആശയ രാഷ്ട്രീയ സമരം നമുക്ക് നയിക്കാനാവണം. പാർട്ടി സംഘടനയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മാത്രമേ ഈ സുപ്രധാനമായ കടമ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുതോന്നുന്ന വിധം നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് എതിരാളികളുടെ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്ന വിധം മാധ്യമരംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം. എല്ലാ വർഗീയ രാഷ്ട്രീയ ശക്തികളെയും സൂക്ഷ്മാംശത്തിൽ തന്നെ മനസ്സിലാക്കി അത് കടന്നു വരുന്ന വഴികളെ പ്രതിരോധിച്ചുകൊണ്ട് ഇടപെടുന്ന രീതി നമുക്ക് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആഗോളവൽക്കരണ നയങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കെതിരെ നമുക്ക് ഉജ്ജ്വലമായ പോരാട്ടം ശക്തിപ്പെടുത്തുകയും വേണം. നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് നാം ഈ സമ്മേളനം അവസാനിക്കുമ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തിയായ സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള നിലപാടുകളെ പ്രതിരോധിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് വിഭവങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് തന്നെ പിന്നോട്ടേക്ക് പോകാൻ മനസ്സില്ല എന്നും കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി പുതിയ ഒരു കേരളം സൃഷ്ടിക്കാൻ, നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാവരെയും മുഖവിലക്കെടുത്ത് അവരുടെ എല്ലാം പരിപൂർണമായ പിന്തുണയോടുകൂടി നമുക്ക് നവകേരളം സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുയരുന്ന പുതിയ വെല്ലുവിളികളെ സംബന്ധിച്ച് നമുക്ക് ധാരണ വേണം. അവയെ മറികടക്കാൻ പുതിയ വഴികൾ തേടിക്കൊണ്ട് തന്നെ നമുക്കതിനെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഈ സമ്മേളനം അവസാനിക്കുന്നത്. 1957 VMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ സ്വതന്ത്രന്മാരുൾപ്പെടെ ചേർന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിച്ചത് 1957 കേരളത്തിലാണ്. അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ആധുനിക കേരളത്തിന് അടിത്തറയിട്ട, തുടർന്ന് ജന്മിത്വം തന്നെ ഇല്ലാതാക്കാനായ ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഇപ്പോഴും തന്നെ ആലോചിക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും പരിപക്വമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയ ഈ ഭൂതകാല ചരിത്രത്തെയെല്ലാം സ്മരിക്കുകയും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിത സമർപ്പണം
അതാണ് ഈ കൊല്ലം കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന സമ്മേളനം പുതിയ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും രൂപീകരിച്ചിരിക്കുന്നു. സമ്മേളനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്.